ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആഞ്ഞടിച്ചു CPM. ഗവർണർ സകല സീമകളും ലംഘിക്കുന്നുവെന്നും ശക്തമായ നിയമരാഷ്ട്രീയ പോരാട്ടമുണ്ടാകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. KTUVC-ആയി നിയമിതനായ K. ശിവപ്രസാദ് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നമസ്കരിച്ച ശേഷമാണ് ചുമതല ഏറ്റെടുത്തതെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഹൈക്കോടതി വിധിയെയും ഭരണഘടനയെയും ഗവർണർ വെല്ലുവിളിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. ഗവർണർ സർവകലാശാലകളെ താറുമാറാക്കുന്നു. ഗവർണറായി ചുമതലയേറ്റെടുത്തതിനു ശേഷം ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വിവിധ കോടതികളിൽ നിന്ന് വന്ന 9 വിധികൾ CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ എണ്ണിപ്പറഞ്ഞു. കോടതി വിധി തുടർച്ചയായി ഉണ്ടായിട്ടും അവയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് ഗവർണറുടെ യാത്ര. കാവ്യവൽക്കരണത്തിനു വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. KTUVC-ആയി ചുമതലയേറ്റ K. ശിവപ്രസാദിനെതിരെ CPM-ന്റെ ഗുരുതരാരോപണം. മതരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ടേക്ക് വെക്കുന്ന ഗോൾവാൾക്കറുടെ മുന്നിൽ പോയി നമസ്കരിച്ചിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന സർവകലാശാല വൈസ് ചാൻസലറുടെ ഒരു മനോനില എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം ബോധ്യമായിട്ടുള്ളതാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UDF നിലപാട് എന്താണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു. അതിനിടെ ഡിജിറ്റൽ സർവകലാശാല VC-ആയി സിസ തോമസിനെ നിയമിച്ചതിൽ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല. സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർക്കും സിസ തോമസിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.